ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൗമ്യാസ് വേൾഡിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദുബായിലെ വിസ്മയ ലോകമായ ഗ്ലോബൽ വില്ലേജിലേക്ക്. നിറങ്ങളുടെയും വെളിച്ചത്തിന്റെയും ആഘോഷങ്ങളുടെയും ലോകം. ഈ സീസണിലെ ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാൻ നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ വാ പോകാം. 30 ദിർഹംസാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തേക്ക് കയറുകയാണ്. തിരക്കുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഗേറ്റ് കടന്ന് അകത്തേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും അലങ്കാരങ്ങളുമാണ്. ശരിക്കും ഇതൊരു മായാലോകം പോലെ തന്നെയുണ്ട് അല്ലേ? കാഴ്ചകൾ മാത്രമല്ല, എന്റർടൈൻമെന്റിന്റെ കാര്യത്തിലും ഗ്ലോബൽ വില്ലേജ് ഒട്ടും പിന്നിലല്ല. മെയിൻ സ്റ്റേജിൽ എപ്പോഴും ഇതുപോലെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാകും. വെറുതെ അത് കണ്ടു നിന്നാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല. ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ കാർണിവൽ ഏരിയ ഉണ്ട്. ഇതാ ജയന്റ് വീലും കറങ്ങുന്ന റൈഡുകളും ഒക്കെയായി ആകെ ഒരു ആഘോഷ ലഹരിയാണ് ഇവിടെ. ഇതാ ഈ കാഴ്ച കണ്ടോ? കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ആ പഴയ മെറിഗോ റൗണ്ട്. ഇതിന്റെ ലൈറ്റിങ്ങും ആ പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഇത് ആസ്വദിക്കുന്നുണ്ട്. ഈ കളർഫുൾ ലൈറ്റുകൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ഇനി കുറച്ച് ത്രില്ലിംഗ് ആയ കാഴ്ചകളിലേക്ക് പോകാം. അവിടെ ദൂരെ കാണുന്ന ആ മാക്സ് റൈഡ് കണ്ടോ? കാണുമ്പോൾ തന്നെ പേടി തോന്നില്ലേ? ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി കറങ്ങുന്ന ആ കാഴ്ച സത്യം പറഞ്ഞാൽ അത് നോക്കി നിൽക്കാൻ തന്നെ പേടിയാണ്. ധൈര്യമുള്ളവർക്ക് കയറാൻ പറ്റിയ ഐറ്റമാണത്. എനിക്ക് എന്തായാലും താഴെ നിന്ന് കാണാനാണ് ഇഷ്ടം. ഇവിടെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ പവലിയനുകൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജപ്പാൻ പവലിയനാണ്. ആ നാടിൻ്റെതായ തനതായ രീതിയിലുള്ള കവാടങ്ങളും അലങ്കാരങ്ങളും ഒക്കെ എത്ര മനോഹരമാണ് നോക്കിയേ. ഓരോ പവലിയനിലും കയറുമ്പോൾ നമ്മൾ ആ രാജ്യത്ത് എത്തിയ ഒരു ഫീലാണ് കിട്ടുന്നത്. ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് സ്വർഗമാണിവിടം. പലതരം തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ, അങ്ങനെ എന്തും ഇവിടെ കിട്ടും. നടന്ന് നടന്ന് ക്ഷീണിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ? ഗ്ലോബൽ വില്ലേജിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇത് കണ്ടോ? ചോക്ലേറ്റിൽ മുക്കിയെടുത്ത സ്ട്രോബെറികളും പഴങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട് അല്ലേ? മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഒരു വീക്ക്നെസ് ആണ്. ഗ്ലോബൽ വില്ലേജിലെ വർണ്ണാഭമായ കാഴ്ചകൾക്കിടയിൽ അല്പം പേടിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട് കേട്ടോ. അതാണ് ഹൗസ് ഓഫ് ഫിയർ. ആ അസ്ഥികൂടം വയലിൻ വായിക്കുന്നത് കണ്ടോ? ഇവിടുത്തെ ലൈറ്റിങ്ങും ആംബിയൻസും കാണുമ്പോൾ തന്നെ ഒരല്പം പേടി തോന്നും. ധൈര്യമുള്ളവർക്ക് മാത്രം പരീക്ഷിക്കാൻ പറ്റിയ ഒരിടമാണിത്. ഒത്തിരി സമ്മാനങ്ങൾ നേടാൻ സാധിക്കുന്ന ധാരാളം ഗെയിം സ്റ്റാളുകളൊക്കെ ഇവിടെ ഉണ്ട്. ആ തൂക്കിയിട്ടിരിക്കുന്ന പാവകളെ കണ്ടില്ലേ? ഭാഗ്യമുണ്ടെങ്കിൽ ഗെയിം കളിച്ച് നമുക്കും ഒരെണ്ണത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. കുട്ടികൾക്ക് എന്നും പ്രിയപ്പെട്ട ബമ്പർ കാറുകളും ഇവിടെ ഉണ്ട്. നടന്ന് ക്ഷീണിക്കുമ്പോൾ കുറിക്കാൻ പറ്റിയ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂടൻ ചുറോസും പിന്നെ ചോക്ലേറ്റിൽ പൊതിഞ്ഞ പഴങ്ങളും. മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ സായാഹ്നം അടിപൊളിയായിരുന്നു. വെറുതെ ഒന്ന് കറങ്ങാനും നല്ല ഫുഡ് കഴിക്കാനും കുറച്ച് ഫോട്ടോസ് എടുക്കാനും പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണിത്. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഗ്ലോബൽ വില്ലേജിലെ യാത്ര പൂർത്തിയാകണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക തന്നെ വേണം.